നമസ്കാരം. ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക്. ശീതകാല വൈറസുകൾ യു.എസിൽ വ്യാപകമായ പകർച്ചവ്യാധി ഉണ്ടാക്കുമെന്ന മുന്നറിയിപ്പ് നിലനിൽക്കെ ഇംഗ്ലണ്ടിലെ ജനതയെ ഭീതിയിലാക്കി ഡസൻ ഡോക്ടർമാർ നവംബറിൽ 5 ദിവസത്തെ സമരത്തിന് തയ്യാറായി. റഷ്യയുടെ യുദ്ധം അവസാനിപ്പിക്കേണ്ട ശ്രമങ്ങളിൽ അമേരിക്ക പങ്കാളിയാകണമെന്ന് ഉക്രൈൻ ആഗ്രഹിക്കുന്നതായി ലണ്ടനിൽ നടന്ന യോഗത്തിൽ സെലൻസ്കി. റഷ്യ യു.എസ് സംഭാഷണം തുടരുകയാണെന്നും ചർച്ചകൾ മാറ്റിവെച്ചതല്ലാതെ ഉപേക്ഷിക്കില്ലെന്നും റഷ്യ. അമേരിക്ക പ്രഖ്യാപിച്ച ഉപരോധം പിൻവലിക്കാനും റഷ്യയുടെ ശ്രമങ്ങൾ തുടരും. ഹീലിയം കാലാവസ്ഥാ ബലൂണുകൾ കടന്നു കയറിയതിനെ തുടർന്ന് ലിത്വാനിയ തങ്ങളുടെ 2 വലിയ വിമാനത്താവളങ്ങൾ അടച്ചുപൂട്ടി. ബെലാറസുമായുള്ള അതിർത്തിയിലെ ക്രോസിംഗുകൾ അടച്ചു. കേരളത്തിന്റെ രുചിക്കൂട്ടുകൾ ഒരിക്കലെങ്കിലും ആസ്വദിക്കാതെ പോകരുതെന്ന് ലോൺലി പ്ലാനറ്റ് മാഗസിന്റെ 2026 25 മികച്ച യാത്രാനുഭവങ്ങളിൽ ഇന്ത്യയിൽ നിന്നും കേരളം മാത്രം. പഹൽഗാം ഭീകരാക്രമണത്തിന് ഉത്തരവാദിയായ ദി റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്ന സംഘടനയെ യു.എൻ സുരക്ഷാ സമിതിയിൽ പാകിസ്ഥാൻ സന്ദർശനത്തിനെതിരെ കടുത്ത വിമർശനവുമായി ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ദീപാവലി ആഘോഷത്തിനിടെ രാജ്യതലസ്ഥാനത്ത് സ്ഫോടനം നടത്താൻ ലക്ഷ്യമിട്ട 2 പേർ പിടിയിൽ. ഡൽഹിയിലും ഭോപ്പാലിലും സംയുക്ത ഓപ്പറേഷനുകൾ. ശബരിമലയിൽ നിന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി കടത്തിയ സ്വർണം കണ്ടെത്തിയതായി പ്രത്യേക അന്വേഷണ സംഘം. സ്വർണം കൈമാറിയത് നാണയങ്ങളായി. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധനെ സാക്ഷിയാക്കി. വാർത്തകൾ വിശദമായി. ശീതകാല വൈറസുകൾ യു.കെയിൽ വ്യാപകമായ പകർച്ചവ്യാധികൾക്ക് കാരണമാകുമെന്ന മുന്നറിയിപ്പ് നിലനിൽക്കുകയാണ്. പക്ഷെ ജനം ഇപ്പോൾ വീണ്ടും ഭീതിയിലാണ്. കാരണം ഇംഗ്ലണ്ടിലെ റെസിഡന്റ് ഡോക്ടർമാർ നവംബറിൽ 5 ദിവസം നീളുന്ന അനിശ്ചിതകാല പണിമുടക്കിലൊരുങ്ങുകയാണ്. നവംബർ 14 മുതൽ നവംബർ 19 വരെയാകും സമരം. ശീതകാല വൈറസ് വ്യാപനവും 7.5 ദശലക്ഷം രോഗികളുടെ നീണ്ട കാത്തിരിപ്പ് NHS ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൾക്കും പിന്നാലെയാണ് ഈ സമര പ്രഖ്യാപനം. സമരത്തിലേക്ക് നയിച്ച കാരണങ്ങളെ ചൊല്ലി ബ്രിട്ടീഷ് മെഡിക്കൽ അസോസിയേഷൻ ആരോഗ്യ സെക്രട്ടറി വെസ്റ്റ് തമ്മിൽ തർക്കം രൂക്ഷമാകുകയാണ്. ഡോക്ടർമാർക്ക് 29% ശമ്പള വർധനവും മികച്ച തൊഴിൽ സാധ്യതകളും ആവശ്യപ്പെട്ടുള്ള ചർച്ചകൾ പരാജയപ്പെട്ടതിനെ തുടർന്നാണ് അവർ സമരത്തിലേക്ക് നീങ്ങുന്നത്. സർക്കാരിന്റെ വാഗ്ദാനങ്ങൾ അനിശ്ചിതമാണെന്നും യഥാർത്ഥ പരിഹാര മനോഭാവവും കാണുന്നില്ലെന്നും BMA കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ജാക്ക് ഫ്ലെച്ചർ അവകാശപ്പെട്ടു. അതേസമയം BMAയുടെ തീരുമാനം അസംബന്ധവും ഉത്തരവാദിത്തമില്ലാത്തതുമാണെന്നാണ് വെസ്റ്റ് സ്ട്രീറ്റിംഗ് ആരോപിച്ചത്. ഡൊണാൾഡ് ട്രംപുമായുള്ള വിശ്വാസം ഉക്രൈൻ കൈവിടുന്നു. അതോ ട്രംപിന് ഒപ്പം നിർത്താനാണോ ഉക്രൈന്റെ തീരുമാനം? പുടിനുമായി ബുഡാപെസ്റ്റിൽ പ്രഖ്യാപിച്ചിരുന്ന കൂടിക്കാഴ്ച ട്രംപ് ഏകപക്ഷീയമായി റദ്ദു ചെയ്തതിന് പിന്നാലെ യൂറോപ്യൻ യൂണിയന്റെ പിന്തുണ തങ്ങളുടെ കാര്യത്തിൽ ശക്തമാക്കാനാണ് സെലൻസ്കിയുടെ തീരുമാനം. റഷ്യയുടെ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങളിൽ അമേരിക്ക പങ്കാളിയാകണമെന്ന് ഉക്രൈൻ ആഗ്രഹിക്കുന്നതായി ലണ്ടനിൽ നടന്ന പാശ്ചാത്യ സഖ്യകക്ഷികളുടെ യോഗത്തിന് ശേഷം സെലൻസ്കി പറഞ്ഞു. എന്നാൽ 20ലധികം യൂറോപ്യൻ നേതാക്കളുടെ കൊലിഷൻ ഓഫ് ബിൽഡിംഗ് എന്ന യോഗത്തിൽ യു.എസ് ടൊമഹോക്ക് ക്രൂയിസ് മിസൈലുകൾ വാങ്ങാൻ ഇനി അമേരിക്കയുടെ മുന്നിൽ കൈനീട്ടണ്ട എന്നും സെലൻസ്കി തീരുമാനിച്ചു. പകരം യൂറോപ്യൻ രാജ്യങ്ങൾ ഒന്നിച്ച് ഉക്രൈനെ സഹായിക്കുമെന്നും അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു. മറുവശത്ത് ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള സന്നദ്ധത വീണ്ടും ആവർത്തിക്കുകയാണ് റഷ്യ. അമേരിക്ക പ്രഖ്യാപിച്ച എണ്ണ ഉപരോധങ്ങൾ പിൻവലിക്കാനും റഷ്യയുടെ ശ്രമങ്ങൾ തുടരുന്നു. റഷ്യ യു.എസ് സംഭാഷണം തുടരുകയാണെന്നും മാറ്റിവെച്ചതല്ലാതെ ചർച്ചകൾ ഉപേക്ഷിച്ചില്ലെന്നുമാണ് വ്ളാഡിമിർ പുതിന്റെ പ്രത്യേക ദൂതൻ കിരിൽ ദിമിത്രിയേവ് വ്യക്തമാക്കി. ചർച്ചകൾക്കായി യു.എസ് എത്തിയിരിക്കുകയാണ് ദിമിത്രിയേവ്. റഷ്യ ഉക്രൈൻ യുദ്ധത്തിന് അന്ത്യം കുറിക്കുന്ന നയതന്ത്ര പരിഹാരത്തിന് ഇരു രാജ്യങ്ങളും അമേരിക്കയും ചേർന്നുള്ള ചർച്ചകൾ ഇപ്പോഴും അവസാന ഘട്ടത്തിലാണെന്നാണ് ദിമിത്രിയേവ് പറഞ്ഞത്. ഹീലിയം കാലാവസ്ഥാ ബലൂണുകൾ രാജ്യത്തിനുള്ളിലേക്ക് കടന്നു കയറിയതിനെ തുടർന്ന് ലിത്വാനിയ വെള്ളിയാഴ്ച തങ്ങളുടെ 2 വലിയ വിമാനത്താവളങ്ങൾ അടച്ചുപൂട്ടി. ബെലാറസുമായുള്ള അതിർത്തിയിലെ ക്രോസിംഗുകൾ താൽക്കാലികമായി അടക്കി വെച്ചു. ബാൾട്ടിക് സംസ്ഥാനത്ത് ഈ മാസം ഇത് 3ാമത്തെ വ്യോമ ആക്രമണ സംഭവമാണ്. ഡ്രോൺ ദൃശ്യങ്ങളും മറ്റ് വ്യോമാക്രമണങ്ങളും മൂലം കഴിഞ്ഞ ആഴ്ചകളിൽ കോപ്പർഹേഗൻ, മ്യൂണിക്, ബാൾട്ടിക് മേഖലയിലെ ചില പ്രധാന വിമാനത്താവളങ്ങൾ എന്നിവ അടച്ചിട്ടതോടെ യൂറോപ്യൻ വ്യോമയാന മേഖലയും വ്യോമ ഗതാഗതവും ഒട്ടേറെ അനിശ്ചിതത്തിലായി. സുരക്ഷാ കാരണങ്ങളാൽ വിൽനിയസ്, കൗനാസ് വിമാനത്താവളങ്ങളാണ് ലിത്വാനിയ കഴിഞ്ഞ ദിവസം അടച്ചിട്ടത്. ബെലാറസ് അതിർത്തി ക്രോസിംഗുകൾ ഞായറാഴ്ച ഉച്ചവരെ അടച്ചിടുമെന്നാണ് ഇപ്പോൾ അധികൃതർ അറിയിച്ചിരിക്കുന്നത്. ഡൊണാൾഡ് ട്രംപിന്റെ ഏറ്റവും വലിയ അന്താരാഷ്ട്ര വിമർശകരിൽ ഒരാളായ കൊളംബിയൻ പ്രസിഡന്റ് ഗുസ്താവോ പെട്രോയ്ക്കെതിരെ യു.എസ് ട്രഷറി വകുപ്പ് ഉപരോധം കൊണ്ടു. പ്രസിഡന്റ് പെട്രോ മയക്കുമരുന്ന് കാർട്ടലുകൾ രാജ്യത്ത് താഴ്ചപ്പെടാൻ അനുവദിക്കുകയും ഈ പ്രവർത്തനം നിർത്താൻ വിസമ്മതിക്കുകയും ചെയ്തിരിക്കുന്നു. അതിനാൽ പ്രസിഡന്റ് ട്രംപ് രാജ്യത്തെ സംരക്ഷിക്കാൻ ശക്തമായ ഉപരോധ നടപടി സ്വീകരിക്കുകയാണെന്ന് ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് പ്രസ്താവിച്ചു. ഉപരോധങ്ങൾക്ക് പിന്നിലെ അമേരിക്കയുടെ അടിസ്ഥാന പ്രചോദനം മയക്കുമരുന്ന് വ്യാപാരം അല്ലെന്നും മറ്റു പലതുമാണെന്നും കൊളംബിയൻ പ്രസിഡന്റ് ഗുസ്താവോ പ്രതികരിച്ചു.
ലോക ചരിത്രത്തിലെ മറ്റൊരു സർക്കാരിനേക്കാളും കൂടുതൽ കൊക്കൈൻ പിടിച്ചെടുത്തതാണ് തന്റെ സർക്കാർ. ട്രഷറി ചെയ്യുന്നത് ഒരു അടിച്ചമർത്തൽ ഭരണകൂടത്തിന്റെ സ്വഭാവ സവിശേഷമുള്ള ഏകപക്ഷീയതയാണെന്ന് പെട്രോളിയം. കേരളത്തിന്റെ രുചിക്കൂട്ടുകൾ ഒരിക്കലെങ്കിലും ആസ്വദിക്കാതെ പോകരുതെന്ന് ലോൺലി പ്ലാനറ്റ് മാഗസീൻ സഞ്ചാരികളെ ഓർമ്മിപ്പിക്കും. അന്താരാഷ്ട്ര മാസികയായ പ്ലാനറ്റിന്റെ 2026 25 മികച്ച യാത്രാനുഭവങ്ങളിൽ കേരളത്തിന്റെ രുചിയുമുണ്ട്. കൊച്ചിയാണ് ഏറ്റവും രുചിയുള്ള ഇടമെന്ന് പരാമർശിക്കുന്നു. സദ്യ മുതൽ കടൽ വിഭവങ്ങൾ വരെ പ്ലാനറ്റിന്റെ പട്ടികയിലുണ്ട്. കേരളമാണ് ഈ പട്ടികയിലുള്ള ഇന്ത്യയിലെ ഏക സംസ്ഥാനം. നേർത്ത മസാല ദോശയ്ക്കൊപ്പം വാഴയിലയിൽ പൊതിഞ്ഞ് പൊള്ളിച്ചെടുക്കുന്ന മീൻ, ദക്ഷിണേന്ത്യൻ ഫിൽട്ടർ കോഫി, വാഴയിലയിൽ വിളമ്പുന്ന പരമ്പരാഗത സദ്യ മുതൽ കടൽ വിഭവങ്ങൾ വരെ കേരളത്തിന്റെ രുചിക്കൂട്ടുകൾ ഒരിക്കലെങ്കിലും ആസ്വദിക്കാതെ പോകരുതെന്ന് ലോൺലി പ്ലാനറ്റ് ആഗോള സഞ്ചാരികളെ ഓർമ്മിപ്പിക്കുന്നു. അന്താരാഷ്ട്ര മാസികയായ ലോൺലി പ്ലാനറ്റിന്റെ 2026 ഒരിക്കലെങ്കിലും ആസ്വദിക്കേണ്ട ലോകത്തിലെ 25 മികച്ച യാത്രാനുഭവങ്ങളിൽ കേരളത്തിന്റെ രുചിയുമുണ്ട്. കൊച്ചിയാണ് ഏറ്റവും രുചിയേറെ ഇടമെന്നും പരാമർശമുണ്ട്. സദ്യ മുതൽ കടൽ വിഭവങ്ങൾ വരെ പ്ലാനറ്റിന്റെ പട്ടികയിലുണ്ട്. കേരളമാണ് പട്ടികയിൽ ഉൾപ്പെട്ട ഇന്ത്യയിലെ ഏക സംസ്ഥാനം. ലോകത്തെ ഒട്ടുമിക്ക ഇന്ത്യൻ ഭക്ഷണശാലകളിലും കേരള വിഭവങ്ങൾക്ക് പ്രത്യേക സ്ഥാനമുണ്ട്. പക്ഷേ മലയാള രുചികൾ തേടി മാത്രം സഞ്ചാരികൾ കേരളത്തിലേക്ക് എത്താറുണ്ട് എന്നതും വലിയ പ്രത്യേകതയാണ്. ഭൂമിശാസ്ത്രപരമായ സവിശേഷതകളും ജൈവ വൈവിധ്യങ്ങളും കൊണ്ട് സമൃദ്ധമായ കേരളം ലോകം ചുറ്റി സഞ്ചരിക്കുന്ന ഭക്ഷണപ്രേമികളുടെ പറുദീസയായി ഇതിനോടകം മാറിയിട്ടുണ്ട്. ലോകത്തിന്റെ വിവിധ കോണിലുള്ള ഭക്ഷണപ്രേമികളെ കേരളത്തിലെ ഭക്ഷണ പെരുമ കൊണ്ട് ആകർഷിക്കാനും സാധിക്കുന്നു. കേരളത്തിലെത്തുന്ന സഞ്ചാരികൾക്ക് വാഴയിലയിൽ വിളമ്പുന്ന സദ്യ മുതൽ കേരളത്തിന്റെ തനത് മീൻകറി വരെയുള്ള രുചികളും ആസ്വദിക്കാനാവും. സദ്യ അപ്പവും മുട്ടക്കറിയും, പത്തിരി, താറാവുകറി, കോഴിക്കറി, പോത്തിറച്ചി, ആട്ടിറച്ചി, കല്ലുമ്മക്കായ, പഴംപൊരി, പായസം, അങ്ങനെ നീളുന്നു ആ പട്ടിക. ചോറ്, അവിയൽ, തോരൻ, രസം, സാമ്പാർ, അച്ചാർ, പഴം, പപ്പടം, പായസം എന്നിവയുൾപ്പെടെ വീട്ടിൽ പാചകം ചെയ്യുന്ന വൈവിധ്യമാർന്ന വിഭവങ്ങൾ അണിനിരത്തുന്ന സദ്യയുടെ രുചി സഞ്ചാരികൾ നഷ്ടപ്പെടുത്തരുതെന്നും ലോൺലി പ്ലാനറ്റിൽ പറയുന്നു. ത്രസിപ്പിക്കുന്ന രുചി വൈവിധ്യങ്ങളുടെ നാടായ കേരളത്തിലെ ഓരോ പ്രദേശത്തിനും വ്യത്യസ്ത രുചിക്കഥകൾ പറയാനുണ്ടാകും. വടക്കൻ മലബാർ മേഖലയിലെ മാപ്പിള പാചകം മുതൽ തെക്കൻ മേഖലയിലെ തേങ്ങയും അരിയും ചേർത്തുള്ള അപ്പം വരെ നീളുന്ന രുചിഭേദങ്ങളുടെ നാടാണിത്. കൊച്ചിയെ ഏറ്റവും പ്രചോദനാത്മകമായ സ്ഥലങ്ങളിൽ ഒന്നെന്നും ലോൺലി പ്ലാനറ്റ് വിശേഷിപ്പിക്കുന്നു. സംസ്ഥാനത്തിന്റെ സമ്പന്നവും വൈവിധ്യപൂർണവുമായ ഭക്ഷ്യ പൈതൃകത്തെ ആഗോള സമൂഹം കൂടുതലായി തിരിച്ചറിയുകയും അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ടെന്ന് ടൂറിസം മന്ത്രി PA മുഹമ്മദ് റിയാസ് അഭിപ്രായപ്പെട്ടു. തന്റെ ഇറക്കുമതി തീരുമാനത്തെ വീണ്ടും പ്രശംസിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. തന്റെ ഭരണകൂടം പിന്തുടരുന്ന നയം അനുസരിച്ച് അമേരിക്കയുമായി വ്യാപാരം നടത്താൻ ആഗ്രഹിക്കുന്ന ഏത് രാജ്യവും താരിഫ് കൊടുക്കേണ്ടി വരുമെന്ന് ട്രംപ് ആവർത്തിച്ചു. അമേരിക്കയുടെ ഓഹരി വിപണി ഇതുവരെ കാണാത്ത ശക്തിയിലെത്തിയതിന് കാരണം ഈ താരിഫാണെന്നും ട്രംപ് പ്രസ്താവിച്ചു. താരിഫുകളാണ് അമേരിക്കയെ സമ്പന്നവും ശക്തമാക്കിയത്, ദേശീയമായി സുരക്ഷിതവുമാക്കി. ഇപ്പോൾ സുപ്രീം കോടതി നടക്കുന്ന കേസ് രാജ്യത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതാണെന്ന് ട്രംപ് പറഞ്ഞു. ദൈവം അമേരിക്കയെ രക്ഷിക്കട്ടെ എന്നും ട്രംപ് കൂട്ടിച്ചു. ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് ചുമത്തിയ 100% തിരിവ് അധികകാലത്തേക്ക് ഉണ്ടാകില്ലെന്നും ട്രംപ് നിലപാടെടുത്തു. 100% തിരിവ് ദീർഘകാലം നിലനിൽക്കില്ലെന്നും അത് നടപ്പാക്കാൻ തന്നെ ചൈന നിർബന്ധിതരാക്കിയതാണെന്നും ട്രംപ് ഫോക്സ് ബിസിനസ് നെറ്റ്വർക്കിനോട് പറഞ്ഞു. പഹൽഗാം ഭീകര ആക്രമണത്തിന് ഉത്തരവാദികളെന്ന് ആവശ്യപ്പെട്ട ദി റെസിസ്റ്റന്റ് ഫ്രണ്ട് എന്ന ഭീകര സംഘടനയെ പാകിസ്ഥാൻ സംരക്ഷിക്കുന്നതിനെതിരെ വിമർശനം ഉന്നയിച്ച് UN സുരക്ഷാ സമിതിയിൽ കേന്ദ്ര വിദേശകാര്യമന്ത്രി S. ജയശങ്കർ. UN ആസ്ഥാനത്തിന്റെ പ്രവർത്തനം അടിയന്തര പരിഷ്കാരമില്ലാത്തതിനാൽ അത് തടസ്സപ്പെട്ട നിലയിലാണെന്നും ജയശങ്കർ പറഞ്ഞു. UN തീരുമാനങ്ങളിൽ ധ്രുവീകരണവും പ്രവർത്തനങ്ങളെ നിലച്ച അവസ്ഥയും നേടുകയാണെന്നും ജയശങ്കർ വ്യക്തമാക്കി. പരിഷ്കരണ പ്രക്രിയയുടെ പേരിൽ അർത്ഥവത്തായ പരിഷ്കാരങ്ങൾ അവർ തള്ളിക്കളഞ്ഞതായും അദ്ദേഹം ആരോപിച്ചു. UN രൂപീകരണത്തിന്റെ 80ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി പുറത്തിറക്കിയ തപാൽ സ്റ്റാമ്പ് പ്രകാശനം ചെയ്യുകയായിരുന്നു S. ജയശങ്കർ. ഒരിക്കൽ കൂടി കാനഡ അമേരിക്കയ്ക്ക് മുന്നിൽ മുട്ടുകുത്തി. US വ്യാപകമായ വിവാദങ്ങൾക്കും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കോപത്തിനും കാരണമായ ഒന്റാറിയോ പ്രവിശ്യയുടെ താരിഫ് വിരുദ്ധ പരസ്യ പ്രചാരണം താൽക്കാലികമായി നിർത്തിവെക്കുകയാണ്. ഒന്റാറിയോ പ്രീമിയർ ഡക് ഫോർഡ് വെള്ളിയാഴ്ച കാനഡ പ്രധാനമന്ത്രി മാർക്ക് കാർണിയുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിന് ശേഷമാണ് ഈ തീരുമാനം. തിങ്കളാഴ്ച മുതൽ പരസ്യം നിർത്തും. അതുവരെ അത് US TV ചാനൽ ഉൾപ്പെടെ ബേസ്ബോൾ വേൾഡ് സീരിയൽ മത്സരങ്ങളുടെ പ്രദർശിപ്പിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. പരസ്യത്തിൽ പ്രകോപിതനായ ട്രംപ് കാനഡയുമായുള്ള വ്യാപാര ചർച്ചകൾ അവസാനിപ്പിക്കുകയാണെന്ന് പ്രഖ്യാപിച്ചു. അമേരിക്കയുമായുള്ള വ്യാപാര കരാറിൽ ഒപ്പുവയ്ക്കാൻ ഇന്ത്യ സമ്മർദ്ദത്തിന് വഴങ്ങില്ലെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ വ്യക്തമാക്കി. നിലവിൽ നടക്കുന്ന ചർച്ചകൾക്ക് ഇന്ത്യ തയ്യാറാണ്.
എന്നാൽ സമയപരിധി വെച്ചുള്ള നീക്കങ്ങൾക്ക് ഇന്ത്യ കിട്ടില്ലെന്ന് അദ്ദേഹം തുറന്നടിച്ചു. ഇന്ത്യ അമേരിക്കയുമായി ചർച്ചകൾ നടത്തുന്നുണ്ട്. എന്നാൽ തിടുക്കത്തിലോ സമയപരിധി നിശ്ചയിച്ചോ ഭീഷണിക്ക് വഴങ്ങിയോ ഇന്ത്യ ഒരു ചർച്ചയ്ക്ക് നിന്നു കൊടുക്കില്ലെന്നും അദ്ദേഹം. പേടിപ്പിക്കല്ലേ ട്രംപേ, പേടിപ്പിച്ചാൽ മുട്ടിടിക്കാനും മാളത്തിലൊളിക്കാനും ഇന്ത്യ ഭരിക്കുന്നത് നട്ടലിന്റെ സ്ഥാനം ശൂന്യമായ കോൺഗ്രസിന്റെ കളിപ്പാട്ടങ്ങളല്ല. ഇത് രാജ്യഭരണം ജീവിതചര്യയാക്കിയ നരേന്ദ്രമോദി എന്ന കാവൽ സിംഹമാണ്. ആളറിഞ്ഞു വേണ്ടേ കളിക്കാൻ? ട്രംപിന്റെ സൗഹൃദത്തിന് മുന്നിൽ ഭാരതം അതിന്റെ മാന്യത കാണിക്കുമെന്ന് കരുതി ട്രംപിന്റെ ഭീഷണിക്ക് മുന്നിൽ സാഷ്ടാംഗം വീണു മാപ്പു പറഞ്ഞ് ഷൂ തുടയ്ക്കാൻ മോദിയെ കിട്ടില്ല. മോദിയുടെ വാക്കുകൾ, മോദിയുടെ പ്രവൃത്തി, മോദിയുടെ നിലപാട്, മോദിയുടെ ധാർഷ്ട്യം, മോദിയുടെ അഹങ്കാരം, അങ്ങനെ ഭരണപക്ഷവും പ്രതിപക്ഷവും ഇനി എന്തൊക്കെ പേരിട്ടു വിളിച്ചാലും ലോക പോലീസ് കളിക്കുന്ന ട്രംപിന്റെ മുന്നിൽ മുട്ടുമടക്കില്ല എന്ന ധീരത ഇന്ത്യയിലെ 148 കോടി ജനങ്ങളുടെയും ആത്മാഭിമാനമാണ്. അത് അത്രയും ജനങ്ങളുടെ അന്തസ്സാണ്. വെറുതെ കവലപ്രസംഗം നടത്തുന്നതല്ല മോദിയുടെ രീതി. വെറുതെ മേനി പറഞ്ഞു നടക്കുന്നതല്ല മോദിയുടെ രീതി. ചെയ്യാൻ ഉറച്ചതെന്തോ അത് ചെയ്തു കാണിച്ചിട്ട് ചെയ്തു എന്ന് പറയുന്നതാണ്. അതാണ് മോദിയോട് പോയി പറ എന്ന് പറഞ്ഞിട്ട് ഇന്ത്യയിലെ സ്ത്രീകളുടെ നെറുകിലെ സിന്ദൂരം മായ്ക്കാൻ ഇറങ്ങിയ ചെകുത്താന്മാരോട് അവരുടെ നെഞ്ചത്ത് തീ കൊളുത്തിയിട്ട് ചാരം വാരിക്കൊണ്ടു പോകാൻ പാക്കികളോട് മോദി പറഞ്ഞത്. ഇന്ത്യക്ക് അമേരിക്കയും ട്രംപുമായി യാതൊരു ശത്രുതയും ഇല്ല എന്ന് മാത്രമല്ല, സൗഹൃദം കൊണ്ട് നേട്ടങ്ങളുമുണ്ട് എന്നു കരുതി അതിന് ഭീഷണിയുടെ സ്വരം ചേർത്ത് വിളമ്പിയാൽ തിന്ന് ഏമ്പക്കം വിട്ടു പോകാൻ ഉളുപ്പില്ലാത്ത മറ്റു നേതാക്കന്മാരുടെ ഗണത്തിൽ കൂട്ടാൻ കഴിയുന്ന ഒരാളല്ല മോദി. അതുകൊണ്ട് തന്നെ ട്രംപിന്റെ കുറെ ദിവസമായി ആവർത്തിച്ചുള്ള ഉളുപ്പില്ലായ്മ വിളമ്പുന്നതിന് ഇന്ത്യയുടെ നല്ല ഉശിരൻ മറുപടി വന്നിട്ടുണ്ട്. അമേരിക്കയുമായുള്ള വ്യാപാര കരാറിൽ ഒപ്പുവെക്കാൻ ഇന്ത്യ സമ്മർദ്ദത്തിന് വഴങ്ങില്ല എന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ തന്നെ വ്യക്തമാക്കി രംഗത്ത് വന്നു കഴിഞ്ഞു. നിലവിൽ നടക്കുന്ന ചർച്ചകൾക്ക് ഇന്ത്യ തയ്യാറാണെന്നും എന്നാൽ സമയപരിധി വെച്ചുള്ള നീക്കങ്ങൾക്കില്ല എന്നും ഗോയൽ തുറന്നടിച്ചു. ഇന്ത്യ അമേരിക്കയുമായി ചർച്ചകൾ നടത്തുന്നുണ്ട് എന്നും എന്നാൽ തിടുക്കത്തിലോ സമയപരിധി വെച്ചോ ഭീഷണിക്ക് വഴങ്ങിയോ കരാറുകളിൽ ഏർപ്പെടാറില്ല എന്നും ഔദ്യോഗിക സന്ദർശനത്തിനിടെ വെള്ളിയാഴ്ച ബെർലിൻ ഗ്ലോബൽ ഡയലോഗിൽ സംസാരിക്കവേ അദ്ദേഹം ട്രംപിനെതിരെ ആഞ്ഞടിച്ചു. ഇന്നത്തെ കാലത്ത് വ്യാപാര ചർച്ചകൾ സമയപരിധികളെയും തീരുവകളെയും ആശ്രയിച്ചാണ് മുന്നോട്ട് പോകുന്നതെന്ന് മോഡറേറ്റർ സൂചിപ്പിച്ചപ്പോൾ ഇന്ത്യയുടെ സമീപനം താൽക്കാലിക സമ്മർദ്ദങ്ങളിലല്ല, ദീർഘകാല കാഴ്ചപ്പാടുകളിലാണ് അധിഷ്ഠിതമെന്ന് പറഞ്ഞുകൊണ്ട് ഗോയൽ അതിനെ പ്രതിരോധിച്ചു. അമേരിക്ക ഒരു പുതിയ യുദ്ധത്തിന് ഒരുങ്ങുകയാണെന്ന് വെനസ്വേല പ്രസിഡന്റ് നിക്കോളാസ് മഡുറോ ചോദിക്കുന്നതിൽ കാര്യം. വെനസ്വേലയ്ക്ക് മേൽ സമ്മർദ്ദം കൂട്ടാൻ ലക്ഷ്യപ്പെട്ട US യുദ്ധക്കപ്പൽ കരീബിയൻ കടലിലേക്ക് വിന്യസിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ്. ലഹരി കടത്തു തടയുന്ന നടപടിയുടെ ഭാഗമായി അമേരിക്കയുടെ ഏറ്റവും വലിയ യുദ്ധക്കപ്പലായ USS ജെറാൾഡ് ആർ ഫോർഡ് കരീബിയൻ കടലിലേക്ക്. ഈ കപ്പൽ മെഡിറ്ററേനിയൻ കടലിൽ നിന്ന് ലാറ്റിൻ അമേരിക്കൻ തീരത്തേക്ക് മാറ്റാൻ വെള്ളിയാഴ്ചയാണ് പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സെറ്റ് ഉത്തരവിട്ടത്. നിലവിൽ മെഡിറ്ററേനിയൻ കടലിലാണ് കപ്പലുള്ളത്. താമസിയാതെ കപ്പൽ വിന്യസിക്കുമ്പോൾ കരീബിയൻ മേഖലയിലെ US സൈനിക സാന്നിധ്യം ശക്തമാകും. ലഹരി വസ്തുക്കൾ ഒളിച്ചു കടത്തുന്ന കപ്പലുകളെയും ബോട്ടുകളെയും നേടുന്നതിനൊപ്പം വെനസ്വേലയുമായി US പ്രസിഡന്റ് ട്രംപ് സൃഷ്ടിച്ച തർക്കങ്ങളുടെ തുടർച്ചയായിട്ടാണ് ഈ നീക്കം. ഇത് വെനസ്വേലയുടെ പ്രസിഡന്റ് നിക്കോളാസ് മഡുറോയുടെ ഭരണകൂടത്തെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കുമെന്നാണ് സൂചന. ഇന്ത്യക്ക് പിന്നാലെ പാകിസ്ഥാനെതിരായ ജലയുദ്ധം രൂക്ഷമാക്കാൻ അഫ്ഗാനിസ്ഥാൻ. സിന്ധു നദീജല കരാർ റദ്ദാക്കിയ ഇന്ത്യയുടെ നടപടിക്ക് സമാനമായി കുനാർ നദിയിലും പുതിയ ഉപരോധങ്ങൾ കൊണ്ടുവരാണ് അഫ്ഗാനിലെ താലിബാൻ ഭരണകൂടത്തിന്റെ നീക്കം. കുനാൽ നദിയിലൂടെ പാകിസ്ഥാനിലേക്ക് ജലം ഒഴുകുന്നത് നിയന്ത്രിക്കുന്ന പദ്ധതിയുമായി വേഗത്തിൽ മുന്നോട്ട് പോകാൻ അഫ്ഗാൻ സുപ്രീം ലീഡർ മൗലവി ഹിബത്തുള്ള അഖുൻസദ നിർദ്ദേശം നൽകിയതായി അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. നമസ്കാരം. പാകിസ്ഥാനികളെ പതിയെ, വളരെ പതിയെ, ഒച്ച താഴ്ത്തി പതിയെ വെല്ലുവിളിക്കിനി ഇന്ത്യയെ. ഒച്ചയിൽ നിലവിളിച്ച് തൊണ്ട വരണ്ടാൽ തൊണ്ട പൊട്ടിച്ചാവുകയല്ലാതെ രക്ഷയില്ല. അങ്ങനെ തൊണ്ടക്കുഴിയിലെ അവസാന തുള്ളി നീരും പറ്റി പാകിസ്ഥാനികൾക്ക് ഇനി ഇന്ത്യയെ വെല്ലുവിളിക്കാൻ പോലും ഇറക്കാൻ ഒരു തുള്ളി വെള്ളമില്ലാതായി. ചാവാൻ കിടക്കുമ്പോൾ നാവിലിറ്റിക്കാൻ പോലും ഒരു തുള്ളി നീരില്ലാത്തവന്മാരാണ് ഇന്ത്യയുടെ മൂക്കുമുറിക്കുമെന്ന് ശബ്ദമുയർത്തുന്നത്. പാകിസ്ഥാന്റെ ഭരണകൂടം നീണ്ട നാളുകളായി വെള്ള സ്രോതസ്സുകളെ ഒരു രാഷ്ട്രീയ ആയുധമാക്കിയതാണ്. ഇന്ത്യയോട് നേരിട്ട ഇൻഡസ് വാട്ടർ ട്രീറ്റിയെ ആവർത്തിച്ച് ചോദ്യം ചെയ്യുകയും അതിലൂടെ അന്താരാഷ്ട്ര വേദികളിൽ തന്നെ ഇന്ത്യയെ ചോദ്യം ചെയ്യാൻ മുതിരുകയും ചെയ്തു. ഇപ്പോൾ അഫ്ഗാനിസ്ഥാന്റെ കുനാർ അണക്കെട്ട് അതേ വാട്ടർ ഡിപ്ലോമസിയുടെ മറുവശം തന്നെയാണ് പാകിസ്ഥാനുള്ള മറുപടി പോലെ കൊടുത്തിരിക്കുന്നത്. ഇന്ത്യക്ക് പിന്നാലെ പാകിസ്ഥാനെതിരായ ജലയുദ്ധം രൂക്ഷമാക്കാൻ അഫ്ഗാനിസ്ഥാനും രംഗത്തിറങ്ങിക്കഴിഞ്ഞു.
സിന്ധു നദീജല കരാർ റദ്ദാക്കിയ ഇന്ത്യയുടെ നടപടിക്ക് സമാനമായി കുനാർ നദിയിലും പുതിയ ഉപരോധങ്ങൾ കൊണ്ടുവരാനാണ് അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടത്തിന്റെ നീക്കം. കുനാർ നദിയിലൂടെ പാകിസ്ഥാനിലേക്ക് ജലം ഒഴുകുന്നത് നിയന്ത്രിക്കുന്ന പദ്ധതിയുമായി വേഗത്തിൽ തന്നെ മുന്നോട്ട് പോകാനാണ് അഫ്ഗാൻ സുപ്രീം ലീഡർ മൗലവി ഹിബത്തുള്ള ആഖുൻസദ നിർദ്ദേശം നൽകിയതായി അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. കുനാർ നദിയിലെ അണക്കെട്ട് നിർമ്മാണം പരമാവധി വേഗത്തിൽ പൂർത്തിയാക്കണമെന്ന് മിനിസ്ട്രി ഓഫ് വാട്ടർ ആൻഡ് എനർജിയും അറിയിക്കുന്നു. ഇന്ത്യക്ക് പിന്നാലെ അഫ്ഗാനിസ്ഥാനും ജലയുദ്ധം ശക്തമാക്കുന്നത് പാകിസ്ഥാന്റെ ജലസുരക്ഷയെ കാര്യമായി തന്നെ ബാധിക്കും. അഫ്ഗാനിസ്ഥാനിലെ ഹിന്ദുക്കുഷ് പർവ്വത നിരകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന 480 കിലോമീറ്റർ നീളമുള്ള കുനാർ നദി പാകിസ്ഥാന്റെ ഖൈബർ പഖ്തൂഖ പ്രവിശ്യയിലേക്കാണ് ഒഴുകുന്നത്. പിന്നീട് കാബൂൾ നദിയുമായി ചേർന്ന് സിന്ധു നദി സംവിധാനത്തിന്റെ പ്രധാന ഭാഗമാവും. അഫ്ഗാനിസ്ഥാനിലെ താലിബാനുമായി അതിർത്തിയിൽ സംഘർഷം രൂക്ഷമാകുമ്പോൾ രാജ്യത്തിനുള്ളിൽ പാകിസ്ഥാൻ നേരിടുന്നത് മറ്റൊരു കടുത്ത പ്രതിസന്ധി. തെഹ്രീക്ക് താലിബാൻ പാകിസ്ഥാൻ വീഡിയോ സന്ദേശത്തിൽ സൈന്യാധിപനും ഫീൽഡ് മാർഷലുമായ അസീം മുനീറിനെ നേരിട്ട് യുദ്ധഭൂമിയിലേക്ക് വരാൻ വെല്ലുവിളിച്ചു. അമ്മയുടെ പാല് കുടിച്ചിട്ടുണ്ടെങ്കിൽ സൈന്യത്തെ അയക്കാതെ നേരിട്ട് വരിക എന്നാണ് TPPയുടെ വെല്ലുവിളി. നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ പരസ്പരം ഏറ്റുമുട്ടുന്ന ചില സംഘങ്ങൾ തമ്മിൽ വെല്ലുവിളിക്കുന്ന ഒരു വാക്കുകളുണ്ട്. അമ്മയുടെ പാല് കുടിച്ചിട്ടുണ്ടെങ്കിൽ നേരിട്ട് വരിക. അങ്ങനെ വന്നാൽ ആത്മാഭിമാനമുള്ളവൻ നേരിട്ട് ചെല്ലുക തന്നെ ചെയ്യും. ഒന്നുകിൽ കൊടുത്തിട്ടേ വരികയുള്ളൂ, അല്ലെങ്കിൽ കിട്ടാനുള്ളത് വാങ്ങിക്കൊണ്ട് തിരികെ വരികയും ചെയ്യും. അതാണ് ഇവിടുത്തെ നാട്ടു നടപ്പ്. ഇപ്പോഴിതാ പാകിസ്ഥാനിലും ഇതേ പ്രതിസന്ധി വന്നിരിക്കുന്നു. അമ്മയുടെ പാല് കുടിച്ചിട്ടുണ്ടെങ്കിൽ സൈന്യത്തെ അയക്കാതെ നേരിട്ട് വാടാം എന്നാണ് ആർക്കെതിരെയാണ് മുന്നറിയിപ്പ്? പാകിസ്ഥാന്റെ സ്വയം പ്രഖ്യാപിത ഫീൽഡ് മാർഷൽ, യുദ്ധത്തിലെ ആരും തോൽപ്പിക്കാത്ത അജയനായ പോരാളിയായ പാക് സൈനിക മേധാവി അസീം മുനീറിനെ നോക്കി ആരാണ് പറഞ്ഞത്? തെഹ്രീക്ക് ഇ താലിബാൻ പാകിസ്ഥാൻ എന്ന ആ സംഘടനയാണ്. താലിബാൻ പാകിസ്ഥാനിൽ രൂപം കൊടുത്തു എന്ന് പാകിസ്ഥാൻകാർ ആരോപിക്കുന്ന തെഹ്രീക്ക് ഇ താലിബാൻ പാകിസ്ഥാൻ സംഘടന, അതിന്റെ സുപ്രീം കമാൻഡറാണ് ഒരു വീഡിയോയിലൂടെ അസീം മുനീറിനെ വെല്ലുവിളിച്ചിരിക്കുന്നത്. ധൈര്യമുണ്ടെങ്കിൽ നേരിട്ട് വാടാ ഞങ്ങളുടെ ഏരിയയിലേക്ക്. അമേരിക്കൻ പ്രസിഡന്റിനെ പോയി കാണാൻ അസീം മുനീറിന് ഒരു മടിയുമില്ല, ഭയവുമില്ല. അവിടെ ചെന്ന് വാലാട്ടിരിക്കും. പക്ഷേ യുദ്ധഭൂമിയിലേക്ക് തെഹ്രീക്ക് ഇ താലിബാൻ പാകിസ്ഥാൻ ടീം വിളിച്ചാൽ അസീം മുനീർ പോകണമെന്നില്ല. സോഷ്യൽ മീഡിയ ചില വീഡിയോ ക്ലിപ്പുകൾ അടുത്തിടെ വന്നിരുന്നു. ആയുധധാരികൾക്കൊപ്പമാണ് TTP അംഗങ്ങൾ ആ വീഡിയോയിൽ പ്രത്യക്ഷപ്പെട്ടത്. ഖൈബർ പഖ്തൂൺഖ പ്രവിശ്യയിലെ ഖുറം മേഖലയിൽ ഒക്ടോബർ 8-നുണ്ടായ ആക്രമണത്തിന്റെ ചില ദൃശ്യങ്ങൾ അത് തങ്ങൾ ചെയ്തതാണെന്ന് വരുത്തി തീർക്കാൻ TTP പ്രവർത്തകർ, TTPയുടെ ആ ടീം അംഗങ്ങൾ ആ ദൃശ്യങ്ങളും ആ വീഡിയോയ്ക്കുള്ളിൽ വെച്ചിട്ടുണ്ട്. 22 പാകിസ്ഥാൻ സൈനികർ തങ്ങൾ തട്ടി എന്നാണ് അവർ അവകാശപ്പെടുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് ഇവരെ ഇങ്ങോട്ട് വിട്ട താനിങ്ങി വാങ്ങും. ഒരു വീഡിയോയിൽ മുതിർന്ന TTP കമാൻഡർ അസീം മുനീറിനെ നേരിട്ട് യുദ്ധനിരയിലെത്തി തങ്ങളെ വെല്ലുവിളിക്കാൻ, ആയുധം കയ്യിലെടുക്കാൻ ആഹ്വാനം ചെയ്യുകയാണ്, വെല്ലുവിളിക്കുകയാണ്. പക്ഷേ പാകിസ്ഥാനാണ്, വെല്ലുവിളിയൊന്നും ഏക്കില്ല. അവിടെ ഇയാളുടെ തലയ്ക്ക് 10 കോടി പാകിസ്ഥാൻ കറൻസി അവിടുത്തെ സർക്കാർ വിലയിട്ടിട്ടുണ്ടെന്നാണ് ഇപ്പോൾ ഏറ്റവും പുതിയ വിവരം. അഫ്ഗാനിസ്ഥാനുമായുള്ള സംഘർഷത്തിന് പാകിസ്ഥാൻ 48 മണിക്കൂർ താൽക്കാലിക വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരുന്നു. അത് ഖത്തർ ഇടപെട്ടിട്ടാണ്. ഇനി പൗണ്ട്, യൂറോ, ഡോളർ, രൂപ ഇന്നത്തെ വിനിമയ നിരക്ക്: ഒരു പൗണ്ട് 116.87 രൂപ, ഒരു US ഡോളർ 87.82 രൂപ, ഒരു യൂറോ 102.09 രൂപ, ഒരു പൗണ്ട് 1.33 US ഡോളർ, ഒരു കനഡിയൻ ഡോളർ 62.74 രൂപ. ഇനിയൊരു ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ. Book your Indigo flight tickets easily and safely with Anand Travel. Call UK number 020-8548-4897. Indian cell number 918921120509. Or please mail to info@anandtravel.com. Have a happy journey. വാർത്തകളിലേക്ക്. ദീപാവലി ആഘോഷത്തിനിടെ രാജ്യതലസ്ഥാനത്ത് സ്ഫോടനം നടത്താൻ ലക്ഷ്യമിട്ട് 2 പേർ അറസ്റ്റിൽ. ഡൽഹിയിലും ഭോപ്പാലിലും നടത്തിയ സംയുക്ത ഓപ്പറേഷനിൽ കൂടെയാണ് ഇരുവരെയും പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇവർക്ക് IS ബന്ധമുണ്ടെന്ന് സംശയിക്കുന്നതായി പോലീസ് പറഞ്ഞു. തെക്കൻ ഡൽഹിയിലെ പ്രമുഖ മാളും പൊതുപാർക്കും ഉൾപ്പെടെ തലസ്ഥാനത്തെ തിരക്കേറിയ സ്ഥലങ്ങളിൽ സ്ഫോടനം നടത്തുകയായിരുന്നു ലക്ഷ്യം. പിടിയിലായ 2 പേര് അദ്നാൻ എന്നാണ്. ഇവരിൽ നിന്ന് സ്ഫോടക വസ്തുവിനുള്ള താൽക്കാലിക ടൈമറായി ഉപയോഗിക്കുന്ന വാച്ചും പിടിച്ചെടുത്തു. ഡൽഹി സ്വദേശിയായ പ്രതിയെ ഒക്ടോബർ 16-ന് സാദിഖ് നഗറിൽ നിന്നുമാണ് പിടികൂടിയത്. ഇയാളെ ചോദ്യം ചെയ്ത വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഭോപ്പാലിൽ നിന്നും 2ാമത്തെ ആളെ അറസ്റ്റ് ചെയ്തത്.
ഇരുവരും വിദേശത്തുള്ളവരുമായി ബന്ധം പുലർത്തിയെന്നും ID ആക്രമണത്തിന്റെ അവസാനഘട്ട തയ്യാറെടുപ്പിലായിരുന്നെന്നും സൂചിപ്പിക്കുന്നതായി പോലീസ് പറഞ്ഞു. ബീഹാറിൽ NDA സഖ്യത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി JDU നേതാവ് നിതീഷ് കുമാർ തന്നെയാകും. ഇതിനുള്ള സൂചനകൾ നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ NDA ബീഹാറിൽ റെക്കോർഡ് ജയം നേടുമെന്നാണ് സമസ്തിപൂരിൽ നടന്ന റാലിയിൽ മോദി പറഞ്ഞത്. ജാമ്യത്തിലിറങ്ങിയ ആളുകൾ നേതൃത്വം നൽകുന്ന മുന്നണിയെന്ന് ഇന്ത്യ സഖ്യത്തെ മോദി പരിഹസിക്കുകയും ചെയ്തു. കാട്ടുനീതിയെ ബീഹാർ ജനത അകറ്റി നിർത്തുക തന്നെ ചെയ്യും, സൽഭരണത്തിന് വോട്ട് ചെയ്യും. NDA അധികാരത്തിൽ തുടരുമ്പോൾ ബീഹാറിന്റെ വികസനത്തിന് വേഗത കൂടും. RJDയും കോൺഗ്രസും അഴിമതിയിൽ ഉൾപ്പെട്ടവരാണ്, ജാമ്യത്തിലിറങ്ങിയ നേതാക്കളാണ് അവരെ നയിക്കുന്നതെന്ന് മോദി പറഞ്ഞു. നിതീഷ് കുമാർ തന്നെയാകും ഇത്തവണയും മുഖ്യമന്ത്രി സ്ഥാനത്ത് എന്നതിന് NDA നേതൃത്വം ഇതുവരെ ഔദ്യോഗികമായ ഒരു പ്രഖ്യാപനം നടത്തിയിട്ടില്ല. ജമ്മു കാശ്മീരിലെ 4 രാജ്യസഭാ സീറ്റുകളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ നാഷണൽ കോൺഫറൻസിനും BJPക്കും ജയം. 3 സീറ്റുകളിലാണ് നാഷണൽ കോൺഫറൻസ് ജയിച്ചത്. വിജയിക്കാനുള്ള അംഗസംഖ്യ ഇല്ലാതിരുന്നിട്ടും ഒരു സീറ്റിൽ BJP നാടകീയമായി ജയിച്ചു. മുതിർന്ന 3 നാഷണൽ കോൺഫറൻസ് നേതാക്കളാണ് രാജ്യസഭാ സീറ്റുകളിൽ വിജയിച്ചത്. മുൻ മന്ത്രിമാരായ ചൌധരി മുഹമ്മദ് റംസാൻ, സജ്ജാദ് അഹമ്മദ് കിച്ലു, പാർട്ടി ഖജാൻജിയായ ഗുർവിന്ദർ സിംഗ് ഒബ്രോയ് എന്നിവരാണ് വിജയിച്ചത്. BJP സംസ്ഥാന അധ്യക്ഷൻ സാത് ശർമ്മയാണ് 4ാമത്തെ സീറ്റിൽ നാടകീയമായി ജയിച്ചത്. ഇനി കേരള ന്യൂസ്. ശബരിമലയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി കടത്തിയ സ്വർണം കണ്ടെത്തിയതായി പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ട്. ഇതോടെ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരിയായ ഗോവർദ്ധനെ സാക്ഷിയാക്കി. ഉണ്ണികൃഷ്ണൻ പോറ്റി വ്യാപാരിയായ ഗോവർദ്ധന് കൈമാറിയ സ്വർണ്ണമാണ് കർണാടകയുടെ ബെല്ലാരിയിൽ നിന്നും പ്രത്യേക സംഘം കണ്ടെത്തിയത്. ഗോവർദ്ധന്റെ ജുവലറിൽ നിന്നുമാണ് ഈ സ്വർണം കണ്ടെടുത്തത്. ശബരിമലയിൽ നിന്നും കടത്തിയ സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റി ഗോവർദ്ധനാണ് നാണയ രൂപത്തിൽ വിറ്റത്. ശബരിമലയിലെ സ്വർണ്ണമെന്ന് തന്നെ അറിഞ്ഞിട്ടില്ല എന്നാണ് ഗോവർദ്ധൻ നൽകിയ മൊഴി. 2020 ഉണ്ണികൃഷ്ണൻ പോറ്റി ഗോവർദ്ധന് സ്വർണം വിറ്റതെന്നും അന്വേഷണ സംഘം കണ്ടെത്തി. 476 ഗ്രാം സ്വർണ്ണമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി വിറ്റത്. ഇതിൽ 400 ഗ്രാമിലധികം സ്വർണം SCT ഗോവർദ്ധന്റെ ജോലിയിൽ നിന്നും പിടിച്ചെടുത്തു. CPIയുടെ എതിർപ്പിനെ തുടർന്ന് വേണ്ടെന്ന് വെച്ചിരുന്ന PM ശ്രീ പദ്ധതിയിൽ അതിവേഗം പങ്കാളിയാകാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ മാസം 10 ഡൽഹിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കണ്ട് ചർച്ച നടത്തിയതിന് പിന്നാലെ എന്ന് റിപ്പോർട്ട്. ഇതിന് പിന്നാലെയാണ് ധാരണാപത്രം തയ്യാറായത്. കേരളത്തിനായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറി K. വാസുകിയും കേന്ദ്രത്തിനായി വിദ്യാഭ്യാസ അഡീഷണൽ സെക്രട്ടറി തീരജ് സാഹുവുമാണ് ധാരണാപത്രത്തിൽ ഒപ്പിട്ടിരിക്കുന്നത്. സംസ്ഥാന വിദ്യാഭ്യാസ അസിസ്റ്റന്റ് സെക്രട്ടറി ഡോക്ടർ S. ചിത്ര, സമഗ്ര ശിക്ഷ കേരളം ഡയറക്ടർ ഡോക്ടർ AR സുപ്രിയ എന്നിവരും കേന്ദ്രത്തിലെ 2 ഉദ്യോഗസ്ഥരുമാണ് സാക്ഷികളെ ഒപ്പിട്ടിട്ടുള്ളത്. PM ശ്രീ പദ്ധതിയിൽ കേരളം ഒപ്പുവെച്ചതിനെതിരെ വിമർശനമായി CPI മുഖപത്രം ജനയുഗം. പദ്ധതിയിൽ ഒപ്പുവെച്ച വാർത്ത പുറത്തു വന്നത് അപ്രതീക്ഷിതവും അമ്പരപ്പിക്കുന്നതുമാണെന്ന് മുഖപ്രസംഗത്തിൽ പറയുന്നു. പദ്ധതി സംബന്ധിച്ച് CPI മന്ത്രിമാർ മന്ത്രിസഭാ യോഗത്തിൽ എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു. എന്നാൽ ചർച്ചകളുടെയും സമവായത്തിന്റെയും എല്ലാ സാധ്യതകളും അട്ടിമറിക്കുന്ന നടപടിയാണ് ധാരണാപത്രത്തിൽ ഒപ്പുവെക്കുന്നതിലൂടെ ഉണ്ടായത്. ഇത് മുന്നണി സംവിധാനത്തിന്റെ അടിസ്ഥാന മര്യാദകളുടെ ലംഘനമാണ്. ഇത് വിദ്യാഭ്യാസ മന്ത്രിയുടെ അറിവോടെയാണെന്നത് ഇതിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. സ്പോർട്സ്. ഓസ്ട്രേലിയക്കെതിരായ 3ാം ഏകദിനത്തിൽ മാത്യു ഷോട്ടറിനെ പുറത്താക്കാനുള്ള സുവർണ അവസരം പാഴാക്കി ഇന്ത്യൻ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ. തുടർച്ചയായി 2 മത്സരങ്ങൾ തോറ്റ ഇന്ത്യക്ക് വൈറ്റ് വാഷ് ഒഴിവാക്കണമെങ്കിൽ സിഡ്നിയിൽ ജയിച്ചേ തീരൂ. ഈ മത്സരത്തിലാണ് ക്യാപ്റ്റന്റെ ഭാഗത്തു നിന്നുള്ള പിഴവ്. പേസർമാരായ ഹർഷിത് റാണ, പ്രസിദ്ധ് കൃഷ്ണ, മുഹമ്മദ് സിറാജ് എന്നിവർ ഇന്ത്യക്ക് ഭേദപ്പെട്ട തുടക്കം നൽകി. മുഹമ്മദ് സിറാജിന്റെ 10ാം ഓവറിൽ 29 റൺസ് എടുത്ത ട്രാവിസ് ഹെഡിനെ പ്രസിദ്ധ് കൃഷ്ണ ക്യാച്ചെടുത്ത് പുറത്താക്കുകയും ചെയ്തു. ഇതിന് പിന്നാലെയായിരുന്നു റൺഔട്ട് ഗിൽ പാഴാക്കിയത്. ഓടുന്നതിനിടെ മിച്ചൽ മാർഷും മാത്യു ഷോട്ടും തമ്മിലുള്ള ആശയക്കുഴപ്പം മുതലെടുക്കാൻ ഇന്ത്യക്ക് സാധിച്ചില്ലെന്നാണ് ആരോപണം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ശീതകാല വൈറസുകൾ US വ്യാപകമായ പകർച്ചവ്യാധി ഉണ്ടാക്കുമെന്ന മുന്നറിയിപ്പ് നിലനിൽക്കെ ഇംഗ്ലണ്ടിലെ ജനതയെ ഭീതിയിലാക്കി ഡസൻ ഡോക്ടർമാർ നവംബറിൽ 5 ദിവസത്തെ സമരത്തിന് തയ്യാറായി. റഷ്യയുടെ യുദ്ധം അവസാനിപ്പിക്കേണ്ട ശ്രമങ്ങളിൽ അമേരിക്ക പങ്കാളിയാകണമെന്ന് ഉക്രൈൻ ആഗ്രഹിക്കുന്നതായി ലണ്ടനിൽ നടന്ന യോഗത്തിൽ സെലൻസ്കി. റഷ്യ-US സംഭാഷണം തുടരുകയാണെന്നും ചർച്ചകൾ മാറ്റിവെച്ചതല്ലാതെ ഉപേക്ഷിക്കില്ലെന്നും റഷ്യ. അമേരിക്ക പ്രഖ്യാപിച്ച ഉപരോധം പിൻവലിക്കാനും റഷ്യയുടെ ശ്രമങ്ങൾ തുടരുന്നു. ഹീലിയം കാലാവസ്ഥാ ബലൂണുകൾ കടന്നു കയറിയതിനെ തുടർന്ന് ലിത്വാനിയ തങ്ങളുടെ 2 വലിയ വിമാനത്താവളങ്ങൾ അടച്ചുപൂട്ടി. ബെലാറസുമായുള്ള അതിർത്തിയിലെ ക്രോസിംഗുകൾ അടച്ചു. കേരളത്തിന്റെ രുചിക്കൂട്ടുകൾ ഒരിക്കലെങ്കിലും ആസ്വദിക്കാതെ പോകരുതെന്ന് ലോൺലി പ്ലാനറ്റ് മാഗസിന്റെ 2026 25 മികച്ച യാത്രാനുഭവങ്ങളിൽ ഇന്ത്യയിൽ നിന്നും കേരളം മാത്രം. പഹൽഗാം ഭീകരാക്രമണത്തിന് ഉത്തരവാദിയായ ദി റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്ന സംഘടനയെ UN സുരക്ഷാ സമിതിയിൽ പാകിസ്ഥാൻ സംരക്ഷണത്തിനെതിരെ കടുത്ത വിമർശനവുമായി ഇന്ത്യൻ വിദേശകാര്യമന്ത്രി S. ജയശങ്കർ. ദീപാവലി ആഘോഷത്തിനിടെ രാജ്യതലസ്ഥാനത്ത് സ്ഫോടനം നടത്താൻ ലക്ഷ്യമിട്ട 2 പേർ പിടിയിൽ. ഡൽഹിയിലും ഭോപ്പാലിലും സംയുക്ത ഓപ്പറേഷനുകൾ. ശബരിമലയിൽ നിന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി കടത്തിയ സ്വർണം കണ്ടെത്തിയതായി പ്രത്യേക അന്വേഷണ സംഘം. സ്വർണം കൈമാറിയത് നാണയങ്ങളായി. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധനെ സാക്ഷിയാക്കി. ഈ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.